എന്നിട്ട് ഇവരെ പണി എന്താ അറിയോ? ഈ കള്ളത്തെരീക്കത്തുകാരുണ്ട്. കള്ളത്തെരീക്കത്തുകാര് അവര് ശരീരത്തെ അംഗീകരിക്കൂല, ഇത് തോന്നിയാസം ചെയ്യും. എന്നിട്ട് ആ തെരീക്കത്തുകാർ ചെയ്യുന്ന തോന്നിയാസങ്ങള് നമ്മളെ തലയിൽ വെച്ചിട്ട നാദാവത്ത് വന്ന് പാട്ടുപാടി ഒരു മൗലവി എടുത്ത പണി എന്താ അറിയോ? ഈ വടകര തെരീക്കത്തുണ്ടാവൂ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ബുക്ക്, പഴയ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് അസ്രായിലും തന്നെ മൂക്കാണ്, ജിബിരിയിലും തന്നെ നാവാണ്. അങ്ങനത്തെ ഒരു വടകര തെരീക്കത്ത്. ആ വടകര തെരീക്കത്തിന്റെ തങ്ങള് അന്യ പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കും, അന്യ പെണ്ണുങ്ങള് തങ്ങളെയും പിടിച്ച് ചുംബിക്കും. ആ തങ്ങളെ പറയുന്ന ബീവികള് അന്യ ആണുങ്ങളെ ചുംബിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് നാദാവത്ത് കാണിക്കാൻ ആര്? മുജാഹിദിന്റെ മൗലവി. ഇതല്ലേ നിങ്ങളെ സുന്നിയും നമ്മളും ആ തെരീക്കത്ത് തമ്മിൽ എന്താ ബന്ധം? ആ തെരീക്കത്തിനെതിരെ എത്രയോ സംസാരിച്ചത് നമ്മളല്ലേ? അന്യപെണ്ണിനെ ചുംബിക്കുന്ന തെരീക്കത്ത് വടകര തെരീക്കുന്നാണ് ഇതിന്റെ പേര്. ഒന്ന് വെച്ചോട്ടെ മോനെ, ആ മൗലവി കാണിച്ച്. ഈ വടകര എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കുന്ന ശേഖല്ലേ? പെണ്ണുങ്ങളെ പിടിച്ച് ചെയ്തു. ഇത് മശായിഖന്മാരിൽപ്പെട്ട ആളാണോ? അത് ഞാന് നാദാവത്ത് മൗലവി പ്രസംഗിച്ചിട്ട് ആ പ്രസംഗിച്ച മൗലവി ഈ ഇവിടുത്തെ വടകര തെരീക്കത്തിന്റെ പണി എടുത്തിട്ട് കാണിച്ചിട്ട് പറയുന്നത് സുന്നിയുടെ പണിയാണ്. അത് തന്നെ ഞാനും എടുത്ത് കാണിച്ചതാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മൗലവിന്റെ അടുത്ത് എനിക്ക് കളിപ്പിട്ടി, മുജാഹിദ് മൗലവിന്റെ അടുത്ത് മൗലവി നാദാവത്ത് കാണിച്ചപ്പോ അത് തന്നെ ഞാനും എടുത്ത് കാണിച്ചു. അതുകൊണ്ട് ഞാനല്ല ഇതിന്റെ ആള്. അപ്പൊ നിങ്ങൾ ആലോചിക്കണോ, എന്ത് ഈ ശരിയായിട്ട് അംഗീകരിക്കാത്ത ചില തെരീക്കത്തുകാരുണ്ട്. അവർക്ക് ചില മക്ബറകളുണ്ട്. ആ മക്ബറെ പോകണമെന്ന് നമ്മൾക്ക് പറഞ്ഞിട്ടില്ല. അവരവിടെ എടുക്കുന്ന കൂത്താട്ടങ്ങൾക്കൊന്നും നമ്മൾ ഉത്തരവാദിയല്ല. സുബ്ഹാനല്ലാഹ്, എന്തല്ല സംഗതി. കുണ്ടോട്ടി കൈക്കാർ എന്നൊരു കൂട്ടരുണ്ട്. ഉമർ ഖാദി റളിയല്ലാഹു മമ്പർത്തങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എടുത്ത് കുണ്ടോട്ടി തെരീക്കത്തുകാർ. എന്നിട്ടോ പറഞ്ഞ പോലത്തെ എല്ലാ സുജൂദും എല്ലാ പരിപാടിയോടെ ശൈഖിന് സുജൂദിയല്ലേ. അതിനെതിരെ സംസാരിച്ചു ഉമർ ഖാദി റഹിമഹുല്ലാ. കിതാബ് എഴുതി മഹാന്മാര്. ഇരിക്കട്ടെ, ആ കുണ്ടോട്ടി തെരീക്കത്തുകാർക്ക് കുണ്ടോട്ടി നേർച്ചാന്നൊരു പരിപാടി ഉണ്ട്. ആണും പെണ്ണും ഊരോണ്ട് ഉന്തല കാര്യമായ അമലി. കുണ്ടോട്ടി നേർച്ച, ഇങ്ങനത്തെ കുറെ നേർച്ച നെയ്യമ്മളൂര. അതുപോലെ വേറെ ചില സ്ഥലത്തുണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയാസം ചെയ്യുന്നത്. നമ്മളതിനെതിരെ എന്റെ ജീവിതം തീർത്ത് 30 കൊല്ലത്തോളം ഞാൻ അതിനെതിരെ പ്രസംഗിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഈ വടകര ബഹുമാനപ്പെട്ട ശംസുൽ മുസ്ലിയാര് നബറുല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ടവർ സമസ്തയിൽ മെമ്പറായ കൊല്ലം അന്ന് ഇവിടെ നടന്ന സമ്മേളനം, എന്റെ വാപ്പാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് വാപ്പ പറഞ്ഞിട്ട് വല്ലാത്ത പന്തൊരു ഭയങ്കര സമ്മേളനം. ആ സമ്മേളനത്തിൽ അന്ന് ഞാനൊന്നും ജനിച്ചിട്ടില്ല. അന്ന് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അന്ന് കള്ളത്തെരീക്കത്തുകാരെ ഈ നേർച്ചയിൽ അനാചാരത്തിനെതിരെ ആലിമീങ്ങള് പറഞ്ഞത് അന്നത്തെ അൽബയാനിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അൽബയാൻ എനിക്ക് കിട്ടിക്കൂടെ? ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല. നമ്മളെ ആലിമീങ്ങൾ മുമ്പേ എതിർക്കുന്ന അത്തരം പരിപാടി. ഇവിടെ ഇപ്പോ അടുത്ത് എന്താണ് ചേറ്റുവയിലൊരു നേർച്ച. എന്നിട്ടോ നേർച്ച കമ്മിറ്റി തന്നെ ഉണ്ടാവുക മുസ്ലിമീങ്ങൾ കൂടി. ചിലപ്പോ കേണ്ടി അവിടുന്ന് മുട്ടിപ്പാടി കുറെ ഒരാനക്ക് പെട്ടെന്ന് ഹാലിളകി. ഒരാളെ കൊന്ന്. അതിപ്പോ നിങ്ങൾക്ക് കാണിച്ചാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം പേടിയാവും. ചെറുങ്ങനെ കാണിച്ചു തരാം. ചെറിയ കുട്ടികൾ പേടിയാണ്ട ഒന്ന് പെട്ടെന്ന് കാണിച്ചോട്ടെ. ആന മനുഷ്യരെ കൊല്ലുന്നത് നേർച്ചയുടെ പേരില്ല. അങ്ങനത്തെ തോന്നിയാസല്ല സുന്നത്തിയമായിട്ട്.
ഉണ്ടായിരുന്നു. കണ്ടാ പേടിയാ കൂട്ടി മനുഷ്യനെ കൊല്ലാണ്. ഇങ്ങനത്തെ തോന്നിയാസം ചെയ്യണം നമ്മളാരോ പറഞ്ഞോ. അതേ സമയത്ത് കള്ളത്തരി എന്തെല്ലാം തെരീക്കത്ത ഇപ്പൊ നിങ്ങൾക്കറിയോ എന്തെല്ലാം സാധന ദുനിയാവിലുള്ളതെന്നൊരു ഇസ്ലാമിന് മിനിമുണ്ടാക്കാൻ ഇപ്പൊ അടുത്ത് കിരട്ടിലൗലിയാന്ന് പറഞ്ഞു ചങ്ങാൻ. കിരട്ടിലൗലിയാന്ന് പറഞ്ഞിട്ട് വേങ്ങാട ശൈഖുന്നുണ്ട്. ശൈഖ് മൂപ്പര് എല്ലാ പെണ്ണുങ്ങളെയും തൊള്ളയിൽ കേക്ക് മുറിച്ചിട്ട് കൊടുക്കുക. അതിൽ കുറിതൊട്ട പെണ്ണുങ്ങളുണ്ട്. കേക്ക് മുറിച്ചിട്ട് കൊടുക്കുക. ഞാൻ അതിനെതിരെ പ്രസംഗിച്ചപ്പോ 145 കത്തായരക്കയച്ച മുരീതന്മാര് കാതിരിന്നും പറഞ്ഞു. കാതിരിന്ന് തന്നെ കാതിരിയാത്തിരിക്കത്താവോ? കാതിരിന്ന് തന്നെ കാതിരിയാത്തിരിക്കത്താവോ? കാതിരിയാത്തിരിക്കത്ത് മുഹീദ്ദീൻ തരീക്കത്താണ്. അത് അതിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ആ കിതാബ് എടുത്തത് പിന്നെ ഞങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. കാതിരിയാത്തിരിക്കത്തിന് അള്ളാന്റെ ശരീഅത്തിന്റെ നിയമത്തിന് ഒരു ചെറിയ ഒരണുമണി തൂക്കം തെറ്റില്ലാതെ ജീവിക്കണം കാതിരിയാത്തിരിക്കത്ത്. അത് മുഹീദ്ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. അതേ സമയത്ത് കാതിരിയാത്തിരിക്കത്ത് മറ്റ് കാണുന്ന പെണ്ണുങ്ങളെ തൊള്ളയിലൊക്കെ കേക്ക് വെച്ചിട്ട് കൊടുക്കുക. അരി ഷെയ്ഖ് അത് ഞാൻ പറഞ്ഞപ്പോ കാസർഗോഡ് പ്രസംഗത്തിൽ പറഞ്ഞപ്പോ ഒരു മുരീദ് പറഞ്ഞ് പേരോട് സ്റ്റേജുമൊക്കെ കള്ളത്തരം പറയുന്നത് ഞങ്ങളെ ഷെയ്ഖ് അങ്ങനെ അന്യപെണ്ണിനെ തൊടുവന്നില്ല കള്ളത്തരം പറയുന്നത് എന്ത് വെച്ചോ. ഞാനൊരു പേപ്പർ തന്നെ ഫോട്ടോ കയച്ചു. ഒരു പേപ്പർ തന്നെ അതൊക്കെ പ്രസിദ്ധീകരിച്ച് തൊള്ളയിലിട്ട് കൊടുക്കുന്നത്. അന്യപെണ്ണിന്റെ തൊള്ളയിലിട്ട് കൊടുക്കുന്നു. അപ്പോഴാ എനിക്ക് 145 കത്ത്. ആ കത്തിൽ മുഴുവനും എന്നെ ചീത്ത പേ രോടേന്നാ വിളിക്കുന്നത്. പേ രോടേന്ന് വിളിച്ചിട്ട് കത്ത് 145 കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. ഒരു കത്തിൽ എന്റെ ബാപ്പനും ഉമ്മനും ഒക്കെ പറയുന്നുണ്ട്. എല്ലാരെയും ചീത്താന്റെ കത്ത്. ഞാൻ അമ്മക്ക് ചീത്ത പറഞ്ഞാൽ എന്താ? എന്നിട്ട് ഒരു എടാ നിന്റെ നാവടക്കൂന്ന്. എന്റെ നാവ് തന്നവനല്ലാതെ അടക്കാൻ കഴിയൂല. അള്ളാന്റെ ദീന് തുറന്ന് പറഞ്ഞു മരിക്കും. കാണുന്ന പെണ്ണിനെയൊക്കെ പിടിക്കാനാ തരീക്കത്ത് എന്ന് പറഞ്ഞാൽ وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا. തരീക്കത്തിന്റെ ശൈഖന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു. തരീക്കത്ത് അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തൊരു തരീക്കത്തില്ല. ആ തരീക്കത്താണ് മുഹീദ്ദീൻ ശൈഖിന്റെ തരീക്കത്ത്. അള്ളാഹും റസൂലും പഠിപ്പിച്ച തരീക്കത്ത്. അതിനെതിരെ അന്യ പെണ്ണിനെ തുടർന്ന തരീക്കത്ത് മുഹീദ്ദീൻ ശൈഖിന്റെതല്ല. മുഹീദ്ദീൻ ശൈഖിന്റെ ഫത്ഹുർ റബ്ബാനിയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, മോനെ ഈ പെണ്ണുങ്ങളെ കൂടെ പോയിരിക്കാനോ അതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അധികാര ശമനത്തിന് ഉപയോഗിക്കുകയാണോ? നീ തരീക്കത്തിലല്ല, ശൈഖിലുമല്ല, നീ തോന്നിവാസത്തിലാണ് എന്ന് പറഞ്ഞ് മുഹീദ്ദീൻ ശൈഖ് എത്ര കടുപ്പത്തിലാ പറഞ്ഞത്. മോനെ നിന്റെ ഈമാൻ അതാ കത്തിയെരിയുന്നു. നീ പിന്നെയും കത്തിയെരിയുന്നു. ഈ അടുത്ത് ഞാൻ കക്കാടിന്റെ തരീക്കത്തും മാദനിയുടെ ബൈഅത്തും എന്ന് പറഞ്ഞ CD-യിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിശദമായിട്ട് പറയുന്നില്ല. എന്നാ സഹോദരന്മാരെ, ഇനി ഒരു വലിയ CD ഇറങ്ങാനുണ്ട്. നമ്മളെ ജില്ലാ സമ്മേളനം കേട്ടിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളത് കണ്ടോളി. അയാളെ കേക്ക് വെച്ചിട്ടുണ്ട്. ഷെയ്ഖിന് മാലയിടുന്ന ഒരു പെണ്ണ് ഷെയ്ഖ് ഷെയ്ഖ് പെണ്ണിന്റെ തലയിലെല്ലാം നിർത്തി കണ്ടില്ല. മര്യാദക്ക് കാണാൻ കഴിഞ്ഞില്ല. അതെല്ലാം record still iருக்கு. Record iருக்கு. Camera ഇല്ലേ? Camera ഉണ്ട്. ഫോൺ എടുത്ത് കാണാറുക. ക്യാമറ എടുക്കും, വീഡിയോ കൊടുത്തുണ്ട്. ക്യാമറ എടുക്കും. ഒന്നിച്ച് നിൽക്കണേ. ഫിറോസ് വീഡിയോ എടുത്തു. ക്യാമറ ക്യാമറ ഉണ്ടോ? ക്യാമറ
ഫസ്റ്റ് അടിക്കണോ ഇത് പോവില്ല ಈಗ ಪೆಟ್ಟಾಗುತ್ತೆ ಕ್ಯಾಮರಾ കൊല്ലം കൊല്ലം കിട്ടാണോ ക്യാമറ ഞാൻ ഞെടുക്കാറുണ്ട് വീഡിയോ എപ്പോ ക്യാമറ വീഡിയോ ഫോട്ടോ ആക്കുന്നത് ഈനായി കൂടെ നാട്ടിലേ ഉള്ളൂ ഉമ്മ വീഡിയോ എടുത്തില്ല ഉമ്മ വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്തില്ല ഖലീഫ ശേഖരൻ അങ്ങോട്ട് കൈവിട്ടുകൊണ്ട് ചോറായി എല്ലാം ഉപ്പാപ്പയാണ് വല്ലാത്ത ഉപ്പാപ്പയാണ് സുബ്ഹാനല്ലാഹ് എന്തൊക്കെ ഈ ദീനോണ്ട് കളിച്ചത് ഇതിനൊന്നും നമ്മൾ ഉത്തരവാദിയല്ല. പക്ഷേ അമ്പിയാക്കൾ ഔലിയാക്കള മക്ബറ അത് ബറക്കത്തുള്ള സ്ഥലമാണ്. അത് തള്ളിപ്പറയാൻ അനുവദിച്ചൂടാ. എത്രത്തോളം അമ്പിയാക്കളെ ഖബറിന്റെയൊക്കെ പോയി സുജൂദ് ചെയ്ത് യഹൂദികളും ക്രിസ്ത്യാനികളും, എന്നിട്ട് പോലും മഖ്ബറ ജാറം ലാനത്തിന്റെ കേന്ദ്രം എന്ന് റസൂൽ പറഞ്ഞില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ എന്താണ്? ലാനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ. അമ്പിയാക്കളെ ഖബറിന്റെ പോയിട്ട് സുജൂദ് ചെയ്ത യഹൂദികൾക്ക് ലാനത്ത്, ക്രിസ്ത്യാനികൾക്ക് ലാനത്ത്. മഖ്ബറ ലാനത്തിന്റെ കേന്ദ്രം എന്ന് പറയൂല, പറയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞില്ല, ഒരാളും പറഞ്ഞില്ല. എന്നിട്ട് അമ്പിയാക്കളെ മഖ്ബറ ലാനത്തിന്റെ കേന്ദ്രമാണ് ഉമർ മൗലവി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തൊരക്രമമാണ് സഹോദരന്മാരെ. ഇനിണ്ടോ ഇത് പറഞ്ഞാത്തിരുന്ന് ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, അള്ളാനെ പറ്റി ഇവർക്ക് തമാശ, ബാക്കി പിന്നെന്ത്. ഇവർ ഈക്കനെയും എപ്പിസ്ഥാനെയും ഇക്കുസ്താദിനെയും ഉള്ള ആളെ തങ്ങളെയൊക്കെ പറഞ്ഞു അള്ളാനെ പറയുന്ന ഇവർക്ക് പിന്നെ ഇതിനൊരു വലിയ വിഷയ.
അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവരെന്തല്ല എഴുതിയത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ അടുത്ത് നമ്മളെ ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ പത്രോഫീസിന് ചവിട്ടിപ്പുറത്താക്കിയ ഒരു ജമാഅത്തുകാരനുണ്ട്, ഓ അബ്ദുള്ള മൗലവി. അയാൾ ഒരു ലേഖനം മാതൃഭൂമിയിൽ ശിഹാബ് തങ്ങളെയും കാന്തപുരത്തിനെയും ആക്ഷേപിച്ചിട്ടൊരു ലേഖനം. എന്നിട്ട് എന്താപ്പോ സുബ്ഹാനല്ലാഹ്, ശിഹാബ് തങ്ങളെ പറ്റി മുജാഹിദീങ്ങൾ എഴുതിയിട്ടുണ്ട്. ശിഹാബ് തങ്ങളെ പറ്റി ദേശങ്ങളുടെ ദേശങ്ങൾ പേര് പറയാൻ ധൈര്യമില്ല, ലീഗാർ അടികിട്ടു എന്ന് പഠിച്ചിട്ട് മുജാഹിദിന്റെ പത്രത്തിലേക്ക്. എന്നിട്ട് ശിഹാബുകളെ പറ്റി പറയുന്നറിയോ? ഷിർക്കിന്റെ ആളുകളാ, ഷിർക്ക്. അതെന്ന് വെച്ചോട്ട് അവനെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്ത് ഞാൻ നോക്കി വായിച്ചു തരാം. ഇതിന്റെ 31ാമത്തെ പേജ്. ഞാൻ വായിക്കുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾ വായിച്ചോളി. ഷിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാര് കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേശങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊടുത്താതെ മാറി നിന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അപ്പൊ ഷിർക്കിന്റെ പ്രവർത്തനം നടത്തുന്ന ദേശങ്ങൾ ബഹുമാനപ്പെട്ട ശിഹാബുകളെ പറ്റി പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരുടെ കഥ. എന്നാൽ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ മൗലൈമാര് എല്ലാ തങ്ങന്മാരെയും ചീത്താണ്. ഏത് മർഹൂം ബാഫക് തങ്ങളെ വരെ, പാണക്കാട് മുഖ തങ്ങളെ വരെ എല്ലാ തങ്ങന്മാരും. കാരണം സമസ്തയിൽ മെമ്പറായിരുന്നു ബാഫക് തങ്ങൾ, സമസ്തയിൽ മെമ്പറായിരുന്നു പാണക്കാട് മുഖ തങ്ങൾ. ഇന്നും ഒരു സമസ്തയിലെ നേതാവാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അങ്ങനത്തെ എല്ലാ സയ്യിദന്മാരെയും എല്ലാ അടിമീങ്ങളും സുബ്ഹാനല്ലാഹ് ഉള്ളാളം നിങ്ങൾ എപ്പിസ്ഥാനി ഈക്കുസ്ഥാനി കണ്ണുത്തുസ്ഥാനി എല്ലാ അടിമീങ്ങളും പറ്റിയും പറയുന്നത് മാനസിക രോഗികളാണ്. അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ആദ്യം പറയുന്നത് എന്നെപ്പറ്റി പറയുന്നത് വഞ്ചകൻ, കള്ളൻ, മുനാഫിക്ക്, ഇങ്ങനെ പറഞ്ഞ് പിന്നെ എടാ ഇങ്ങനെ ചാർജ് ചെയ്യുക, ലിസ്റ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്നേ എന്നെ ഭീഷണി, നാദാകർത്തിയുടെ മൗലവിയുടെ ഭീഷണി നിങ്ങൾ കേട്ടോളി. എന്റെ അവസാനം പിന്നെ മുപ്പര് പറയുന്നത് ഇവിടെ പെരുന്നാക്ക് പൂർണ്ണ ലൂസാണെന്ന് അയാളെ നാവുകൊണ്ട് പറയിച്ച്. ഞാൻ നാദാവത്തിലുള്ള ആളാ, പെരുന്നാൾ അയാളാ പറഞ്ഞു. അങ്ങനെയാ അതിങ്ങൾ കേട്ടോളി. അതിന്റെ ശേഷം കേൾക്കാം തങ്ങന്മാരും സമസ്തയിൽ മെമ്പറായ ബാഫക്കിത്തങ്ങളെയും പാലക്കാടുകളെയും സുബ്ഹാനല്ലാഹ് എല്ലാ അലിമികളും സമസ്തയിലെ മെമ്പറാണോ മാനസിക രോഗിയാണ് എന്ന് വെച്ചോട്ടവനെ പേരോടാ നമ്മളെ അന്ത്രു മഠേതരത്തിന് കൽപ്പിക്കാനും ഈ പെരുങ്കൾ വാങ്ങിച്ചകൻ അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടിച്ചിടുന്നേ എന്നിട്ട് വിളിക്ക്. അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടിച്ചിടുന്നേ എന്നിട്ട് വിളിക്ക്. പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ ആർക്ക്? പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ ആർക്ക്? കഴുതക്ക് അമേദ്യം കണ്ടാൽ എടുത്ത ഒരു എലി, ആ എലിയാ മൂപ്പര് എലിച്ച്. കഴുതക്ക് അമേദ്യം കണ്ടാൽ എടുത്ത ഒരു എലി, ആ എലിയാ മൂപ്പര് എലിച്ച്. ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ, അത് വളരെ റെഡിയാണ്. ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരത്തിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരത്തിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. കേട്ടില്ലേ എന്താ അതിന്റെ ഒരു കോലം? ഇത് ഈ മുജാഹിദിന്റെ ഏറ്റവും വലിയ ടോപ്പ് നേതാവ് ഷാർജയിൽ നിന്ന് വരുന്ന ടോപ്പ് നേതാവാണ്. എന്നിട്ട് ഈ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും മുഴുവനും ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞിട്ട് ഓ അബ്ദുള്ള മൗലവിന്റെ ലേഖനം എന്താണ്? കാന്തപുരത്തുനിന്ന് പാണക്കാട്ടേക്കുള്ള ദൂരം മൂപ്പര അളക്കാൻ പോവാണ്, മൊട്ടുസൂചിയുണ്ട്. എന്നിട്ട് മൂപ്പര് പറയുന്ന എന്താ? അതതിന്റെ രസോ കേട്ടോളി. ഇയാള് പറയുന്നത് വഴിവക്കുകളിലുടനീളം ദർഗകളും യാറങ്ങളും
വഴി നിറയെ ക്ഷേത്രോത്സവ മാതൃകയിൽ പൂരവും വെടിക്കെട്ടും ആനയും അമ്പാരിയും ചന്ദനക്കുടവും. അപ്പൊ കണ്ടകള് നമ്മൾ ആനയും അമ്പാരിയും കൊണ്ട് നടക്കാനല്ല നമ്മക്ക് പണി, നമുക്കതാ പണി. എന്നിട്ട് അത് നമ്മളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് സുന്നിയുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഈ മൗലവി പറയാണ് വിശ്വാസപരവും സാംസ്കാരികവുമായ ഈ വക കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഭൂരിപക്ഷ സംസ്കൃതിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളിലെ ഇരുവിഭാഗം സുന്നികളും. മുജാഹിദുകളുടെയും ജമാഅത്തിന്റെയും അവസ്ഥ വ്യത്യസ്തമാണ്. ഏകദൈവ വിശ്വാസത്തോട് യോജിക്കാത്ത ഒന്നിനെയും അവരംഗീകരിക്കില്ല. മുജാഹിദീങ്ങൾ നല്ല മനുഷ്യന്മാർ, ജമാഅത്തുകാരും അവർ ഏകദൈവ വിശ്വാസത്തിനെതിരായിട്ടൊന്നും അംഗീകരിക്കൂല. സുന്നികളൊക്കെ ബഹുദൈവ വിശ്വാസികൾ. എന്നാ കേട്ടോളി, ബാക്കി കൂടി കേട്ടോളി. മൗലവി പറയാണ് ഇനി എന്താ പറയുന്നത്? ആളുകളിൽ മഹത്വവും ആരോപിച്ച് അവരെ ദൈവതുല്യം വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അവരോട് സഹായാഭ്യർത്ഥന നടത്തുന്നതും ശുദ്ധ ശിർക്ക് അഥവാ വിശ്വാസത്തിൽ മായം ചേർക്കലാണ് എന്നവർ പ്രാമാണികമായും ആധികാരികമായും സമർത്ഥിക്കുന്നു. ഒരാളെയും ബഹുമാനിക്കൂല. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ പറഞ്ഞത് മുഴുവനും അപ്പുറത്തുള്ള ഇപ്പുറത്തല്ല. ശിർക്ക് എവിടെയുള്ളത്? കുഫർ എവിടെയുള്ളത്? ഞമ്മക്ക് എന്ത് ശിർക്കാണുള്ളത്? നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് മുഴുവൻ സഹായം അല്ലാഹുവിൽ നിന്നാണ്. ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. അല്ലാഹു തആല ഖൈറിന്റെയും ശർറിന്റെയും കാരണമായി പലതും വെച്ചിട്ടുണ്ട്. ഖൈറിന്റെ കാരണമാണ്, ഏറ്റവും വലിയ കാരണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഖൈറിന്റെ കാരണം എന്ന നിലക്ക് റസൂലുള്ളാഹിനെ നമ്മൾ ബഹുമാനിക്കും. അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ വിളിക്കും, റസൂൽ നമ്മൾ തവസ്സുലാക്കും. അത് നമ്മൾ മാത്രമല്ല, സുബ്കി ഇമാം റളിയല്ലാഹു പറയുന്നു, പേരോട് ജനിക്കുന്നതിന്റെ ഏകദേശം 700ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം സുബ്കി റളിയല്ലാഹു പറയുന്നു, ഏലം ഓർപ്പിച്ചോളണം أن التوسل والاستغاثة والتصفع بالنبي صلى الله عليه وسلم അള്ളാന്റെ റസൂലിനെ ഇടയാളനാക്കലും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടലും റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടലും ആ കാര്യം അത് അനുവദനീയവും പുണ്യകർമ്മവുമാണ്. റസൂലുള്ളാഹിനെ വിളിക്കലും പറയലും പുണ്യമാണ്. അത് നീ ഉറപ്പിക്കണം മോനെ. وجوازه وحسنه من الأمور المعلومة لكل ذي دين المعروفة من فعل الأنبياء والمرسلين وسير السلف الصالحين والأوام من المسلمين. അത് അമ്പിയാക്കൾ ചെയ്ത പണിയാണ്, സഹാബത്ത് ചെയ്ത പണിയാണ്, ഔലിയാക്കൾ ചെയ്ത പണിയാണ്. അള്ളാന്റെ റസൂലിനെ വിളിക്കലും പറയലും അതെല്ലാവരും ചെയ്ത പണിയാണ്. അത് പുണ്യകർമ്മമാണ്. ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ബുഖാരി ഒന്ന് മറിച്ചു നോക്കൂ. അള്ളാന്റെ റസൂൽ വഫാത്തായപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്ത പണി റസൂലുള്ളാഹിനെ വിളിക്കലാണ് കേട്ടോ. നബിയെ കിടത്തിയ സ്ഥലത്ത് ചെന്ന് മുഖമൊന്ന് ചിന്തിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു, ബിഅബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്. അള്ളാന്റെ നബിയായവരെ, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതീ കുതിബത് അലൈക ഫഖദ് ദുത്തഹാ. തങ്ങൾക്കല്ല കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി നബിയേ. തങ്ങൾക്ക് 2 മൗത്തില്ല നബിയേ. ഇത് ബുഖാരിയിലെ ഹദീസാണെങ്കിൽ അതിന്റെ ശേഷം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മറ്റ് ഹദീസ് പണ്ഡിതന്മാരിൽ ഉദ്ധരിച്ച് രേഖപ്പെടുത്തുന്നു, വഫാത്തായ നബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അപേക്ഷിക്കുകയാണ്, തേടുകയാണ്. ഉസ്കുറുനാ ഇൻദ റബ്ബിക, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളുടെ കാര്യം തങ്ങൾ പറയണം നബിയേ. വൽനകുൻ ബിദാലിക, തങ്ങളെ മനസ്സിൽ ഞങ്ങളെ ഓർമ്മ വേണം നബിയേ. ഞാൻ ചോദിക്കട്ടെ, സിദ്ദീഖുൽ അക്ബറിനേക്കാൾ വലിയ തൗഹീദ് അറിയുന്നവനാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ മുസ്ലിം വേറെ ആരാണ്? സിദ്ദീഖുൽ അക്ബറിനേക്കാൾ വലിയ തൗഹീദ് അറിയുന്നവനാരാണ്? ഈ സിദ്ദീഖുൽ അക്ബർ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ചു പറഞ്ഞത് തെളിവുള്ളതല്ലേ? സിദ്ദീഖുൽ അക്ബർ മുശ്രിക്കാണോ കാഫിറാണോ? പിന്നെ മുസ്ലിം ആരാണ് സഹോദരന്മാരെ?
എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ, ഇവരെ കഥ അറിയങ്ങള് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ കഥ അറിയോ? അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കേൾപ്പിക്കാൻ പോകുന്നത്. എന്താണ്? ഇവരാദ്യം പറഞ്ഞു, ശരിക്കും മനസ്സിലാക്കണം, ഇവരാദ്യം പറഞ്ഞു അള്ളാഹുവിന് സൃഷ്ടികളുമായി ഒരു തുല്യതയും ഇല്ല. അള്ളാഹുവിന് സൃഷ്ടികളുമായി ഒരു തുല്യതയില്ല. നമ്മൾ വിശ്വസിക്കുന്നതന്നെ അള്ളാഹ് സൃഷ്ടികളോട് തുല്യനല്ല. അത് നമ്മളെല്ലാ മദ്രസയിലും സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിലും പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബുസ്താനും പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? അള്ളാഹുവിന് സൃഷ്ടികളുമായി തുല്യതയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു സ്ഥലകാലതീതനാണ്. അള്ളാഹ്ക്ക് സ്ഥലമില്ല. കാരണം എന്താണ്? അള്ളാഹ്ക്ക് സ്ഥലം ഉണ്ടാകാന് സ്ഥലങ്ങളെയൊക്കെ പറിച്ച് അള്ളയാണ്. സ്ഥലങ്ങളെയൊക്കെ പറിച്ച് ആകാശവും ഭൂമിയും ഒക്കെ പറിച്ചത് ആരാണ്? അള്ളയാണ്. അപ്പൊ അള്ളാഹുവിന് സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞാല് ഇതൊക്കെ പറിക്കുന്നതിന് മുമ്പ് അള്ളാഹ് എവിടെയായിരുന്നു ഒരു ചോദ്യം വരൂലേ? അപ്പൊ അള്ളാഹ്ക്ക് സ്ഥലമില്ല, സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു സ്ഥലകാലതീതനാണ്. അള്ളാഹു ഇനി ഒരു സ്ഥലവും ഇല്ല, സ്ഥലത്തിന്റെ ആവശ്യമില്ല. നമ്മൾക്കൊക്കെ നിൽക്കണമെങ്കിൽ സ്ഥലം വേണം. അള്ളാഹ്ക്ക് അങ്ങനെ സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ മുജാഹിദും ജമാഅത്തൊക്കെ പണ്ട് വിശ്വസിച്ചു, കുറച്ച് കൊല്ലം മുമ്പ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ വെറുതെ പറയില്ല, തെളിവ് നോക്കോളൂ. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ, ആ പരിഭാഷയിൽ നിങ്ങൾക്ക് കാണാം അവരെഴുതുന്നു ഇസ്തവ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷണങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അള്ളാഹ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ. എനിക്ക് കേട്ടോളെ, അവരെന്നെ ഖുർആൻ പരിഭാഷയിൽ എഴുതുന്നു സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അള്ളാഹു. അപ്പൊ അള്ളാഹ് സ്ഥലകാലതീതനാണ്. ഇനിയും കേട്ടോളെ, അവര് തന്നെ 1952 അവർ അൽമനാറിൽ എഴുതുന്നു. എന്താ എഴുതിയത്? അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ രൂപമുണ്ടെന്നോ വിശ്വസിക്കുന്നവൻ കാഫിറാണ്. മുഅ്തദി കാഫിർ. അപ്പൊ അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ച കാഫിറാണ് എന്ന് 1952 മുജാഹിദിന്റെ പത്രത്തിൽ അവരെ. അതുപോലെ അള്ളാഹിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ് അള്ളാഹ്ക്ക് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാലും നെയ്തി. ഇപ്പം മുജാഹിദ് എന്താ പറയുന്നത്? ആരേത്താ ശിർക്ക് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുജാഹിദിന്റെ പുതിയ അൽമനാർ, ഈ അൽമനാർ 2005 ഏപ്രിൽ, ഇതിലൊരു ഹെഡിങ് അള്ളാഹു എവിടെ പുതിയാപ്പിള്ള കാണാൻ അമ്മോശം പരസ്യം കൊടുത്ത മാതിരി. എന്നിട്ട് അള്ളാഹിനെ പറ്റി പറയാണ് അള്ളാഹു അർശിന് മുകളിൽ, അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അപ്പൊ ആയത്തോതിയിട്ട് പറഞ്ഞ അർശിന്റെ മുകളിലാണ്. മുമ്പ് പറഞ്ഞതോ ആ ആയത്തോണ്ട് അർശിന്റെ മുകളിലാന്ന് മനസ്സിലാക്കാൻ പാടില്ല. മനസ്സിലാക്കിയാലോ അള്ളാഹിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. എന്നിട്ട് പിന്നെയും പറയുന്നത് അള്ളാഹു ആകാശത്താണെന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. പിന്നെ പറയുന്നത് അള്ളാഹു ആകാശത്തിന് മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ്. ഇതിന്റെ ആശയം അള്ളാഹു സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് തന്റെ ദാത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ്. അള്ളാഹിന്റെ ദാത്തോടുകൂടെ സിംഹാസനത്തിന്റെ മുകളിൽ ആകാശത്തിന്റെ മുകളിൽ അല്ല. ഇപ്പം മുജാഹിദിന്റെ വാദം. എന്നാ സഹോദരന്മാരെ, മുമ്പ് പറഞ്ഞതോ അങ്ങനെ വിശ്വസിക്കുന്നു കാഫിറാണ്. ഇപ്പൊ എന്തെന്നാ ആയത് നിങ്ങൾ ആലോചിച്ചോളി. 52 പറഞ്ഞു അങ്ങനെ വിശ്വസിച്ച കാഫിറാവും. ഇപ്പൊ പറയുന്ന അങ്ങനെ വിശ്വസിക്കണോ? ഇപ്പൊ എന്താ ആയത് നിങ്ങൾ ആലോചിച്ചോളി. ഞാൻ പറഞ്ഞു എനിക്കാണ് നിങ്ങൾ പുതിയത് മുജാഹിദിന്റെ വിചിന്തനം. ഇതെന്താ ചോദ്യം അറിയോ? അള്ളാഹ് ആണോ പെണ്ണോ? അള്ളാഹിനെ പറ്റിയേ പറയുന്നത്. അള്ളാഹ് ആണോ പെണ്ണോ? ആലോചിച്ച് നോക്ക്. മലക്കുകൾ പോലും ആണോ പെണ്ണോ എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് അള്ളാഹിനെ പറ്റി പറയാണ് ആണോ പെണ്ണോ. എന്നിട്ട് ഇതെന്താ പറയുന്നറിയോ? അവസാനം അള്ളാഹു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപം സ്വീകരിച്ചിട്ടുണ്ടെന്നും പരലോകത്ത് വെച്ച് ഭക്തന്മാർ അവരെ കാണുമെന്നുമുള്ള വിശ്വാസത്തിലെ പരിമിതമാക്കുക. അള്ളാഹ്ക്ക് രൂപമുണ്ട്, അള്ളാഹ്ക്ക് രൂപമുണ്ട്. ഇതിനെ കാഫിറാണെന്ന് 52 അവർ തന്നെ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് അള്ളാഹ്ക്ക് രൂപമുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവര് എവിടെയാ എത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളും കാന്തപുര ഉസ്താദും ശിർക്ക് ചെയ്ത ബഹുദൈവ വിശ്വാസികളാണ്. ഞങ്ങൾ മുജാഹിദും ജമാഅത്തും എ ക്ലാസ് തൗഹീദാണ് എന്ന് പറഞ്ഞല്ലോ അബ്ദുള്ള മൗലവി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാ കേട്ടോളി. അതുകൊണ്ട് തീർന്നോ? ഒരു മൗലവി പറയുന്നത് എന്താണ് ഇവരെ രസം പഠിച്ചറബേ. ഇത് കണ്ടോ? ഇത് ജമാഅത്ത് ഇസ്ലാമിന്റെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പച്ച മലയാളത്തിൽ എഴുതിയത്. ഇതിലെന്താണ്? അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് പരാമർശം. ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അള്ളാഹ്ക്ക് 2 കൈ. വലത്തെ കൈയിൽ ആകാശം, വലത്തെ കൈയിൽ ഭൂമി പിടിച്ചിട്ടല്ല.
കുർസി മാസത്തിന് മുകളിൽ അള്ളങ്ങനെ കുത്തിരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി എന്നാ അങ്ങക്കൊന്ന് കേൾക്കണോ? അങ്ങനെ അള്ളാഹ്ക്ക് വരച്ചു എടുത്തും കഴിയുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? അള്ള സിംഹാസനത്തിന് മുകളിലാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു. അള്ളാന്റെ ബലത്തെ കയ്യിൽ ആകാശം, ആ ആകാശത്തിൽ അള്ള ഒരു സിംഹാസനം വെച്ച് അതിന്റെ മുകളിൽ അള്ളേ, അള്ളാന്റെ കൈ പിടിച്ച ആകാശത്തിന് ഒരു സിംഹാസനം വെച്ചിട്ട് അതിന്റെ മുകളിൽ അള്ളാഹ്. ഇത് പറയാൻ ഇവരല്ലാണ്ട് വേറെ ആരും കിട്ടുമോ? എന്നാ തീർന്നോ? അപ്പൊ വലത്തുക എടുത്തുക അള്ളാഹ്ക്ക് കൈയുണ്ട് അതേ ഈ ബുക്ക് പറഞ്ഞു. പുതിയ ബുക്ക് മുജാഹിദിന്റെ ഇതിലെന്താ അറിയോ? ഞാൻ നോക്കി വായിച്ചു തരാം. നിങ്ങൾ ആര് വായിച്ചു പോയി സ്ക്രീനിൽ എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹ്ക്ക് രണ്ട് കൈയും ബലത്ത് എടുത്തു കൈയില്ല. പണ്ട് പറഞ്ഞതോ രണ്ട് കൈയുണ്ട്, ഇപ്പൊ പറയുന്നതോ ഇപ്പൊ രണ്ടും ബലത്ത് എടുത്ത് തീരെയില്ല. ഇവരെ ഏതാണ് ഇവരെ ഇസ്ലാം? നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. മൗലവി നാദാവത്ത് ഇതൊക്കെ പറയുന്നത് കേട്ടോളി. അള്ളാഹ് അർശിന് മുകളിൽ വെച്ചോട്ടവനെ മൗലവിന്റെ പ്രസംഗം. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ്ദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അത് കേട്ടില്ലേ? അള്ള കാല് തൂക്കിയിട്ടോ ഒന്നും അറിഞ്ഞൂടാ. അള്ള അരശിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇനി ഇതേ മൗലവി പറയുന്ന കേട്ടോളി നിങ്ങൾ, അള്ളാഹ്ക്ക് ബലത്തി രണ്ട് കൈയാണ് വെച്ചോട്ടാ. അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. ശരി, ഇത് കേട്ടിട്ട് ആ ഒരു ചങ്ങാതി ചോദിച്ചു അള്ള വികലാംഗനാണെന്ന് ഇവര് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, മൗലവിമാരിപ്പോ എവിടെയാ എത്തിയത്? ഇനി അതേ മൗലവി പറയുന്നത് അള്ള രാത്രി ഇറങ്ങുമ്പോഴും താഴോട്ടെ വെച്ചോട്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. കേട്ടില്ലേ? ഇതൊക്കെ പറഞ്ഞ കക്ഷികള് എന്ന അബൂജഹലിന്റെ ബഹുമാനം പറയുന്നത് കേൾക്കണം നിങ്ങൾക്ക്. ഈ മൗലവി പറയുന്നു പേരോട് മുനാഫിക്കാണ്, അബൂജഹലി വിശ്വാസമുള്ള ഈമാനുള്ള മനുഷ്യനാണ്. അതൊന്ന് വെച്ചുകൊടുത്തവനെ അബൂജഹലിന്റെ ബഹുമാനം. വലീസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടര് പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അല്ലാഹനെ അറിഞ്ഞ ആളാണ്. അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്. അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. കയ്യിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അല്ലാഹുവെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തൽബിയത്ത് പോലും അതിന് തെളിവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുജാഹിദുകൾ പ്രസംഗിക്കാറുള്ള ആശയമുണ്ടല്ലോ. അവിടെ മുജാഹിദിന്റെ പ്രബോധകന്മാരൊക്കെ പറയാറുണ്ടത് മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപട്യം പറഞ്ഞതല്ല, പേരോട് കാപട്യം കാണിക്കും പോലെ മക്കത്തെ മുശ്രിക്ക് കാപട്യം കാണിച്ചതല്ല, മറിച്ച് അല്ലാഹുവിൽ അവർക്കുള്ള ഈ റബ്ബാണെന്നുള്ള വിശ്വാസം ബുഖാരി ഇമാം അവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. കിതാബ് തൗഹീദിൽ തന്നെയാണ് പേരോടെ നോക്കിക്കൊള്ളണം. ഫദാലിക ഈമാനുഹും വഹും യഅ്ബുദൂന ഗൈറഹു. അതവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. കണ്ടീഷനായി അബൂജഹലിന്റെയും മക്കത്തെ മുശ്രിക്കുകളെയും ബഹുമാനായി പറഞ്ഞൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു. അവസാനം പറഞ്ഞെന്താണ്?
മുജാഹിദികൾ വിശ്വസിക്കുന്ന അതേ അള്ളയാണ് അബൂജഹലും വിശ്വസിച്ചത്. ഞങ്ങൾക്ക് അള്ളാഹ് ഖുർആനിൽ പറയുന്നത് ജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമിൻ സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ. ഇതിന്റെ അർത്ഥം അള്ളാഹ് പറയാണ് മക്കയിലെ മുശ്രിക്കുകൾ ജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന, അള്ളാഹ്ക്ക് കൂറുകാരുണ്ട് എന്ന് അവർ പറഞ്ഞു. അള്ളാഹ്ക്ക് കൂറുകാരുണ്ട്. ആര്? അൽ ജിന്ന. ജിന്ന അള്ളാന്റെ കൂറുകാരാണ്, മലക്കുകൾ അള്ളാന്റെ കൂറുകാരാണ് എന്ന് അവർ വിശ്വസിച്ചു. ഖലഖഹും അള്ളാഹ് പറയാണ് അള്ളാഹ് പടച്ചതാണ് ജിന്നിനെ. എന്നിട്ടും ഈ മുശ്രിക്കുകൾ പറഞ്ഞു അള്ളാന്റെ കൂറുകാരാണ് ജിന്ന്. വഖറഖൂ ലഹു ബനീന, അള്ളാഹ് ആമക്കളുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞ മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹ് പറയാ പച്ചക്കള്ളം പറഞ്ഞ മുശ്രിക്കുകൾ അള്ളാഹ് ആമക്കളുണ്ട്. ബനാതിൻ, പെമ്മക്കളും ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹ് പറയാൻ ഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമിൻ, ഒരു വിവരമില്ലാതെ. ഇയാൾ പറയാം അള്ളാഹനെ അറിഞ്ഞ ആളാണ് അബൂജഹല്. അള്ളാഹ് പറയുന്ന ഒരറിവില്ലാത്ത ആളാണ് അബൂജഹല്. എന്നിട്ട് പറയാ അവര് വിശ്വസിച്ചാതെ അള്ളാഹ് അതാണ് ഒരു മുശ്രിക്കിന്റെ അള്ളാഹ്. മുശ്രിക്കിന്റെ അള്ളയാണ് ഒരു മുജാഹിദിന്റെ അള്ളാഹ്. അപ്പൊ മുജാഹിദിന്റെ അള്ളാഹ് എന്തായി? ഒരു കയറിൽ ഇറങ്ങൽ മാത്രമല്ല, മക്കളുള്ള അള്ളാഹ്, ആ മക്കളും മക്കളുള്ള അള്ളാഹ്. അതാ അബൂജഹൽ വിശ്വസിച്ചത് അല്ലേ? അബൂജഹൽ പറഞ്ഞു അങ്ങനല്ലേ? എന്നിട്ട് അബൂജഹലിന്റെ ബഹുമാനം സുബ്ഹാനല്ലാഹ്. ഈ കാഫിർ, എ പി കാഫിർ, ആലിമികൾ കാഫിർ, പേരോട് മുനാഫിക്ക്, അബൂജഹലിയ ക്ലാസ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്താണിത്? ഇവരെക്കാൾ ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കിയ കക്ഷി ആരാണ്? ഇനി ഞാൻ ഒറ്റ ഒരു തമാശ കൂടി കേൾപ്പിച്ചിട്ട് നിർത്തട്ടെ. കേൾക്കാം. നമ്മളെ നാദാവത്തോട് പാട്ട് പറഞ്ഞ ഈ മൗലവി പറഞ്ഞു എന്തായി തങ്ങളുപ്പാപ്പാന്റെ ജാറത്തും വലി ഒരു പച്ച മുടലി, ഒരു പുറകു മുടലി. അള്ളാന്റെ റസൂലിന്റെ ജാറും പച്ചത്തുണി കൊണ്ട് മൂടുന്നുണ്ട് മദീനയിൽ. ആ തുണി മക്കന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ ഉൽപ്പാദിപ്പിക്കുന്ന കഅബത്തിന്റെ കില്ല പണിയുന്ന അതേ കമ്പനിയിൽ നിന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിവിടെ ഏഷ്യാനെറ്റ് വാർത്തയിൽ വന്നിരുന്നു, നമ്മൾ കേട്ടോളിയത്. അള്ളാന്റെ റസൂലിന്റെ ജാറം കൂടാൻ വേണ്ടി തുണി ഉണ്ടാക്കുന്ന ആ മില്ലും അതിന്റെ ബോർഡ് അടക്കം ആ വാർത്ത അടക്കം ഒന്ന് കേട്ടോളി. അത് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ പറയാ, മൗലവി പറയാണ്, മൗലവി ചോദിക്കർ തങ്ങൾ പാപ്പാന്റെ ഖബറെന്തിനാ മൂടുന്നത്? കൊതുകടിക്കാതിരിക്കാനാ? തങ്ങൾ പാപ്പാന്റെ ഖബറെന്തിനാ മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കാനാ? മൗലവിന്റെ ചോദ്യം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചു, അല്ല മൗലവി, കഅബ ശരീഫ് മൂടാനുള്ള കില്ല സൗദി അറേബ്യയിൽ ഉണ്ടാക്കുന്നത് അതിന് 25 കോടി റുപ്യ ചെലവാ കൊല്ലം. എന്നിട്ട് കഅബ മൂടാനുള്ള തുണിക്ക് 15 കിലോ സ്വർണ്ണാണ് ഉപയോഗിക്കുന്നത്. ആ നിങ്ങൾ കേൾക്ക വാർത്തയിൽ. എന്നിട്ട് ചോദിച്ചു കഅബത്തിന് തണുക്കാതിരിക്കാനാ? കഅബത്തിന് കൊതുകടിക്കാതിരിക്കാനാ? അതേ ചോദ്യം അവിടെയില്ലേ? എന്നിട്ട് ഞാനിത് കേൾപ്പിച്ചു കൊടുത്തു. എന്റെ മൗലവിമാരെടുത്തൊരു പണിയും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മൗലവി തണുക്കാതിരിക്കാനാണോ തങ്ങൾ പാപ്പാന്റെ കബർ മൂടുന്നത് ചോദിക്കുന്നത് കേട്ടോളി. എന്നിട്ട് അതിന്മേൽ ജാറം മൂടുന്നു, പട്ടുകൊണ്ട് മൂടുന്നു, അവിടെ വിളക്ക് കത്തിക്കുന്നു. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്തിനാ? എന്നാ ഒന്നാ വാർത്ത വെച്ചുവിട്ടവനെ ഏഷ്യാനെറ്റ് വാർത്ത. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്.
മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കാബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ, എല്ലാവർക്കും ബോർഡടക്കം കാണിച്ചു. അള്ളാന്റെ റസൂലിന്റെ കബറ് മൂടുന്ന പച്ചപ്പട്ട് അത് നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ ബോർഡടക്കം കാണിച്ചു. അത് എന്നിട്ട് അത് വാർത്തയിൽ വന്നു. ഞാൻ അത് കേൾപ്പിച്ചു കൊടുത്തു, എന്റെ പ്രസംഗത്തിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. മൗലൈമാരെടുത്ത് പണിയേക്കണം നിങ്ങൾക്ക്. മൗലൈമാർക്ക് എവിടെ പോയിക്കൂടാ? നിങ്ങൾ ഏഷ്യാനെറ്റ് വാർത്ത കേട്ടില്ലേ? നിൽക്കും മൗലൈമാരോട്. ഏഷ്യാനെറ്റ് വാർത്ത കേട്ടില്ലേ? മദീനത്ത് റസൂലുള്ളാഹിയുടെ കബറ് മൂടുന്ന പച്ചപ്പട്ട്, ആ പച്ചപ്പട്ടുണ്ടാക്കുന്ന കമ്പനിയും ഉണ്ടാക്കുന്ന സ്ഥലവും അതിന്റെ ബോർഡൊക്കെ കാണിച്ചല്ലോ. മൗലൈമാർക്ക് നിൽക്കക്കള്ളില്ല അനുയായികളുടെ ഇടയിൽ. എന്താ ചെയ്തത്? നിങ്ങൾ സൗദിയിൽ പോയി മൗലൈമാര്, എന്നിട്ട് അവിടുത്തെ മുജാഹിദിന്റെ ആശയമുള്ള മൗലൈമാരെ പിടിച്ച് ോട് പറഞ്ഞ് ഇങ്ങനൊരു വാർത്ത ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നാട്ടിൽ ഈ സുന്നികള് അത് പ്രചരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെന്ത് വേണോ? അങ്ങനെ ഇവിടെ ഇല്ല, നിങ്ങളൊരു കള്ളത്തരം പറഞ്ഞു തരണോ? അവിടെ പോയാൽ ആർക്കും കാണാവുന്ന സംഗതിയായിരിക്കും. ഏഷ്യാനെറ്റ് വാർത്തയിൽ വന്ന സംഗതി ആർക്കും പോയാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് അത് നിഷേധിച്ചിട്ട് നിങ്ങളൊരു വാർത്ത പറഞ്ഞു തരണോ? അവിടുത്തെ മൗലൈമാരോട് പറയാണ്. അവിടുത്തെ മൗലൈമാർ പറഞ്ഞോ അത് നമ്മള് എഴുതി തരാൻ പറഞ്ഞു അവിടെയുള്ള മൗലൈമാര്. എന്നിട്ട് അതെ ഇപ്പൊ സമയമില്ല, നുണ പറയൽ മത്സരം നടത്തിയിട്ട് 6 റെക്സോണ സോപ്പ് കിട്ടിയ മൗലവി എന്റെ അടുത്തുണ്ട്. വേണേ സ്ക്രീനിൽ ഞാൻ കാണിച്ച സോപ്പിന്റെ പെട്ടിയിറക്കും. അപ്പൊ അങ്ങനെയാണല്ലോ കളവ് പറയുന്നത്. കളവ് പറയാൻ വേണ്ടി മൗലവിമാരോട് പറയും നിങ്ങളങ്ങനെ റിപ്പോർട്ടിങ് ഉണ്ടാക്കി തരണോ, അത് അടിസ്ഥാനരഹിതമാണ് എന്ന് നിങ്ങൾ റിപ്പോർട്ട് പറഞ്ഞു തരണോ. എന്നിട്ട് ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്നവനെ പോയിട്ട് ഭീഷണിപ്പെടുത്തി, ഇതിങ്ങനെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന ഇവിടുന്ന് നമ്മൾ പേക്ക് ചെയ്യുന്നത്. വിദേശത്തെ നിയമം എല്ലാവർക്കും അറിഞ്ഞൂടെ, അവിടെ സൗദി അറേബ്യയിലെ വിഷമം എല്ലാവർക്കും അറിഞ്ഞൂടെ. അപ്പൊ എന്ത് ചെയ്ത് ഇവരോട് പറഞ്ഞ് ഞങ്ങളെ വാർത്ത നീ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഭീഷണിപ്പെടുത്തും, അല്ലെ ഞങ്ങളോടെ തന്നെ വാർത്ത കൊടുക്കണത്. ഇവൻ പറഞ്ഞ് വാർത്ത ആരും കൊണ്ടുവന്നാലും ഞാൻ കൊടുക്കൂ, നിങ്ങൾ വാർത്ത കൊണ്ടുപോകുന്ന. അപ്പൊ ഇവർ വാർത്ത എഴുതി കൊണ്ടുകൊടുത്തു. വാർത്തയിൽ എന്താ പറയുന്നറിയോ? വാർത്തയിൽ പറയുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ കണ്ടോ, അത് അള്ളാന്റെ റസൂലിന്റെ ജാറം മൂടാനുള്ള തുണി ഉണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ച ബോർഡാണ്. ആർക്കും പോയാൽ കണ്ണുകൊണ്ട് കാണാം. സൗദി അറേബ്യ പോണെങ്കിൽ അതിന് ആകെ ഒരു ഉംറ വിസെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു വിസ എടുത്താൽ മതി. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. എന്നിട്ട് അതാ പച്ചപ്പട്ട് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കാണുന്നത്. ഇത് നിഷേധിച്ചിട്ട് ഒരു വാർത്ത മൗലൈമാരെ എഴുതി കൊടുത്ത്, എന്നിട്ട് മറ്റോണ്ട് മതി ഇതിങ്ങ് വായിച്ചിട്ടില്ലെങ്കിൽ ഇന്നെ ഇവിടുന്ന് പേക്ക് ചെയ്യുമെന്ന്. അസാധു അയാളെ ജോലി പോയി പോലെ മേടിച്ചിട്ട് മൈസത്തിന്റെ വിഷയല്ലേ, അയാൾ എന്ത് ചെയ്ത് ഇങ്ങനെ നടത്തുന്ന പ്രചരണം തെറ്റാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എന്തായി? ഇവരെ പണ്ഡിതന്മാർ കളത്തം പറയുന്ന കൂടിയായി. മറ്റു സംഗതി അവിടെ തന്നെ ഉണ്ടല്ലോ. പണ്ഡിതന്മാർ പറയുന്നത് അല്ല തെറ്റാണെന്നല്ല, തെറ്റാണ് എന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, അടിസ്ഥാനരഹിതമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് അതും എടുത്ത് നടക്കുക മൗലവിമാര്. ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പേരോട് ഇത് വെച്ചിട്ടൊരു കാര്യമില്ല. മക്കയിലെ വിശുദ്ധ കാബയെ പുതുപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പട്ടും നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. ഇപ്പൊ 2 കാര്യം തെളിഞ്ഞു. ഒന്ന് മൗലവിമാര് കള്ളത്തരുന്ന് അറിയുമെന്നും തെളിഞ്ഞു, രണ്ടാമത്തെ സംഭവം ഉള്ള തന്നെയാണ് തെളിഞ്ഞു. ഇതായിപ്പോ ഉണ്ടായത്. അതിന് മൗലവിമാർക്ക് ചിന്തിക്കാൻ കഴിയണ്ടേ? ഇവരൊരു ഹാരും ആലോചിച്ചു. എന്നാല് വേറൊരു കഥയൊക്കെ നിങ്ങൾക്ക് ഈ പയ്യോളി ഇന്ന് മൗലവിമാര് കുറിതൊട്ട് സ്വന്തം നെറ്റീമ കുറിതൊട്ടിട്ട് പരശുരാമനായി ഒരു മൗലവി, പിന്നെ ഒരു മൗലവി ഓണപ്പട്ടനായി, വേറൊരു മൗലവി വേറൊന്നായി. എന്നിട്ട് റോട്ടുമ്പ കൂടി പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഈ താലപ്പൊലി ഉയർത്ത് നടക്കുക. സാധാരണ മകരവിളക്കിന് ഹൈന്ദവ സഹോദരന്മാരാ, ഈ അയ്യപ്പ വിളക്കിന് ഇവര് താലപ്പൊലി വെച്ചിട്ട് പെണ്ണുങ്ങളെ പള്ളിയിൽ നിറക്കിയിട്ട് ഇങ്ങനെ താലപ്പൊലി എടുത്ത് നടത്തി. അപ്പോ അത് CD പിടിച്ചു. ഞാനത് പല സ്ഥലത്തും ഇങ്ങോട്ട് കാണിച്ചു. മൗലവിമാര് എടുത്ത പടി സുബഹാനന്നിട്ട് നാദാവത്ത് കൊണ്ടോട്ട് നേരത്തെ കാണിച്ച മൗലവിക്ക് മരുന്ന് കൊടുക്കാതിരുന്നാൻ പറ്റുമോ? സെലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചതല്ലേ, നടത്തിയതല്ലേ, അത് കൊണ്ടുപോയിട്ട് കാണിച്ചു ഞാൻ. അപ്പൊ മൗലവിമാർക്ക് ഇതൊക്കെ കഴിയില്ല. ഇപ്പൊ മൗലവിമാര് പറയാണ് ഇങ്ങനത്തെ ഒന്നും കാണിക്കുന്നത് ശരിയില്ല, ആദർശം പറയണോ. കൊണ്ടോട്ട് നേർച്ചയും വടകര തങ്ങളെ കൊണ്ടുവന്ന് നാദാവത്ത് കാണിച്ച ചങ്ങാതികളാ പറയുന്നത് നമ്മളോട് ആദർശം പറയണോ. ആരെയും ഇത് കാണിക്കാൻ തുടങ്ങിയത് ഇപ്പൊ സ്ക്രീനിൽ നിന്ന് കേൾക്കുമ്പോ ഇന്നാലില്ലാന്ന് പറയും മൗലവിമാര്. ബേജാറാ എന്നാ കേട്ടോളി, അതിന്റെ രസം അവിടെയല്ല. എന്നാലേ അതിനാണ് കാത്തിരാ മൗലവിമാർ കുറിയും തൊട്ട് പോന്ന്. പെണ്ണുങ്ങൾ ഇങ്ങനെ
ഈ തലമറിച്ച് മുസ്ലിം പെണ്ണുങ്ങള് ഹൈന്ദവ സ്ത്രീകളെ പോലെ ഇങ്ങനെ ഈ താലപ്പൊലി എടുത്ത് പോകുമ്പോ പയ്യോടി അങ്ങാടിന്ന് ഒരു ഹൈന്ദവൻ ഒരു ഹിന്ദുമത സുഹൃത്ത് അയാൾ ചോദിക്കുക ഉമ്മറ്റിയാരെപ്പാ ഈ പണി തുടങ്ങിയത്, ഉമ്മറ്റിയാരെപ്പോഴാ ഈ പണി തുടങ്ങിയത്? കാരണം ഇത് ഹൈന്ദവരായ സ്ത്രീകൾ മാത്രം എടുക്കുന്ന അവരാചാരാണ് അതായത് നടത്തിയത്. എന്നിട്ട് അതിനേക്കാൾ രസറിയോ, ബസ്സല്ല ഇങ്ങനെ നിർത്തിയിരിക്കുന്നു ഇവരെ ഘോഷയാത്രയുടെ കടുപ്പം കൊണ്ട്. ഇത് ചങ്ങരംകുളത്ത് പോയിട്ട് ഒരു പ്രമേയം, ഘോഷയാത്രകൾ നിരോധിക്കേണ്ടതാണ്. പൈസോളിന്ന് ഈ ഇതുമെടുത്ത് നടക്കുമ്പോ അന്നേരം തോന്നിയില്ല. ചങ്ങരംകുളത്ത് പോയിട്ട് നബിദിനാഘോഷത്തിന്റെയും മറ്റ് മതക്കാരുടെയും ഒക്കെ ആഘോഷങ്ങൾ നിർത്തേണ്ടതാണ് അവിടുന്ന് പ്രമേയം. എന്താണിത് സംഗതി? നിങ്ങളൊന്ന് കണ്ടോളിയത് ആ മൗലവിമാര് പോകുന്നത്. ഒരു മൗലവി, അത് വേറൊരു മൗലവി മൂസന്റെ മോനാണ്. യതീമ കുരിയും തൊട്ടിട്ട് പരശുരാമനായി. പരശുരാമൻ മൗലവി. എ വി അബ്ദുറഹ്മാൻ അതിന്റെ സ്ഥാപനത്തിലായി പരിപാടി. സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് പയ്യോടെ അങ്ങാടി കൂടി നടന്നത്. അത് ദൂരമൊന്നുമല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്ക് നടന്നു തന്നെയാണോ? താലപ്പൊലി 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 എടുത്തിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ പള്ളിയിൽ നിറങ്ങിയിട്ട് പിന്നെ താലപ്പൊലി. തട്ടം നീങ്ങിപ്പോയിട്ട് നന്നാക്കുന്നുണ്ട് എത്തി. അതിന്റെ ഇടക്ക് പണ്ടൊരാൾ പറഞ്ഞു എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ കണ്ണെഴുതിട്ട് കൊടുത്തുകൂടാ. മതി 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 മതി. എന്നാ നിങ്ങൾക്ക് ഒരു കഥ കേൾക്കണോ? ഇതുകൊണ്ട് തീർന്നില്ല, കഥ തീർന്നില്ല. ഇത് ഞാൻ കാണിച്ചപ്പോ മൗലവിമാര് കുറെ ദിവസമായി ആലോചിക്കുന്നത് എന്തപ്പ സുന്നികളെ പറ്റിക്കാൻ ഒരു പണി. ആലോചിച്ചെടുത്ത പണിയറിയ നിങ്ങൾ. ഉള്ളാളത്തെ ജാറത്തിന്റെ കമ്മിറ്റീന്റെ കീഴിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ആ സ്കൂളിൽ സുന്നിയല്ലാത്ത ചില മാഷന്മാരുണ്ട്, ടീച്ചർമാര്. ആ ടീച്ചർമാരെ പോയി പിടിച്ച്, കാരണം കേരളത്തിൽ എത്ര പെട്ടെന്ന് നടക്കൂല, ഇവരെ വിദ്യ വേഗം തിരിഞ്ഞു പോകും. എന്നിട്ട് ആ മാഷന്മാരെ കൊണ്ട് കുട്ടികള് ഈ സ്റ്റേജും വന്ന് നാടകം കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടാക്കി. ആണും പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി നാടകം കളിക്കുന്ന പരിപാടി. എന്നിട്ട് ആ പരിപാടി നടത്തുന്നതിന്റെ കുറെ മുമ്പ് അവിടെ സ്കൂളിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ആ ഉദ്ഘാടനത്തിൽ ഉള്ളാളം തങ്ങളോട് ഒരു വിവരവും പറയാതെ, സ്കൂളിൽ നടക്കുന്ന പരിപാടി ഒരു സംഭവം പറയാതെ, ഇങ്ങനെ ഉള്ളാളത്ത് സ്കൂളിന്റെ ഉദ്ഘാടനം തങ്ങളും തന്നെ ദ്വാരം തുടങ്ങിത്തരുന്നത്. അപ്പൊ തങ്ങളെന്ത് ചെയ്ത് സ്കൂൾ ഉദ്ഘാടനത്തിന് പോയി. ഉദ്ഘാടനത്തിന് ദ്വാരം തങ്ങളിക്ക് പോന്ന്. തങ്ങളൊരു സംഗതി അവിടെ കണ്ടിട്ടില്ല. തങ്ങളിങ്ങ് പോകുന്നതിന്റെ ശേഷം ഈ സുന്നിയല്ലാത്ത ടീച്ചർമാര് സ്റ്റേജും വന്ന് ഈ കുട്ടികളെ തുള്ളിച്ചിട്ട് നാടകം കളിപ്പിച്ചു വല്ല രസോ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ആദ്യം പെണ്ണുങ്ങളെ തുള്ളല്, പിന്നെ ഇടയ്ക്ക് തങ്ങളതുവാ, എന്നിട്ട് അതിന്റെ ശേഷം പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും നാടകം കളിക്കും. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടൊരു സീഡി ഉണ്ടാക്കി. എന്നിട്ട് ആ സീഡിയിൽ ഇപ്പൊ എടുത്തോക്കി എങ്ങനെ ഉണ്ടാവുന്നറിയോ? ആദ്യം പെണ്ണുങ്ങളെ തുള്ളല്, ഇടയ്ക്ക് ഉദാഹരണങ്ങളതുവാ, അതിന്റെ ശേഷം പിന്നെ പെൺകുട്ടികളെ തുള്ളല്. ഇങ്ങനെ ഒരു സീഡി ഉണ്ടാക്കിയിട്ട് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്ന മൗലവിമാര്. ഞാൻ ഇന്നലെ ഉള്ളാളത്ത് പോയി, തങ്ങളെടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. തങ്ങളോട് ഞാൻ ചോദിച്ചതെന്താണ് സംഭവം. തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഞാനവിടെ സ്കൂൾ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി ഫാത്തിഹ പോകുന്നതിന് ഒരു ചെയ്യും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അത് മുഴുവനും ഇവരുണ്ടാക്കിയതാണ്. ഈ കമ്മിറ്റിക്കാര് അതിന് ഉത്തരവാദിയാണോ എന്ന് എനിക്കറിയില്ല. കമ്മിറ്റിക്കാരെ ഞാൻ വിളിച്ചിട്ട് ഇനി മേലിൽ ഇങ്ങനത്തെ വല്ലതും ഉണ്ടാകാതിരിക്കാൻ ഞാൻ നടപടി സ്വീകരിക്കുന്നു തങ്ങൾ എന്നോട് പറഞ്ഞു. ഈ മുജാഹിദീങ്ങള് കേരളത്തിൽ ഒരു CD വിതരണം ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഉള്ളാളത്ത് ദർഗന്റെ കീഴിലുള്ള ഏതോ ഒരു സ്കൂളിൽ ഇതെല്ലോ കുറെ നാടകവും നൃത്തമല്ലോ കളിച്ച ഒരു പരിപാടി. അതിന് തങ്ങള് അതിന്റെ ഇടയ്ക്ക് ദ്വാരക്കുന്ന ഒരു ചിത്രവും. അപ്പൊ അത് തങ്ങളറിവോടും കൂടെ എന്തായിരുന്നാലും അങ്ങനെ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾക്കെന്തോ ഉറപ്പാണ്. അപ്പൊ അത് തങ്ങളെങ്ങനെ എന്താണ് ആ പരിപാടി, തങ്ങളെന്തോ പരിപാടിയില് നേരത്തെ പോയി വരുന്നതോ എന്ത് അവരെ തങ്ങൾ അറിയാണ്ടതോ നടത്തിയതോ തങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല എന്തെങ്കിലും അറിവ് കിട്ടിയിക്കോ ഇല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ചോദിക്കാൻ വെച്ചിട്ട് അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി. ഞാനൊന്നും അറിയില്ല. സ്കൂളിന്റെ ഉണ്ടാകുന്നുണ്ട്, തങ്ങളൊന്നും വന്നു വേറെ പറയണം. അങ്ങനെ അവിടെ യാതൊരു ചെയ്തില്ല. ഞാൻ വേറെ അപ്പം തന്നെ പോയി
ഒരു വിഷയം ഞാൻ അറിയില്ല. അല്ല ഇതിപ്പോ കാണിച്ചപ്പോഴാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുമാണ് ഞാൻ അത് കാണുന്നത്. ഈ വിഷയം കാണുന്നതാണ്. അല്ലാത്ത ഒരു തങ്ങൾ അറിയിച്ചില്ല. അറിയില്ല. ഞങ്ങൾക്കത് തങ്ങളോട് തന്നെ ചോദിച്ചിട്ടേ പൊതുജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഫിത്തനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തങ്ങളെ അതിൽ കൂട്ടിച്ചേർത്ത് എന്നിട്ട് തങ്ങളും കൂടി അറിവ് പ്രകാരമാണ് വെട്ടിത്തീർക്കാൻ വേണ്ടി എടുത്ത പണിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. തങ്ങളെ കൊണ്ടൊന്നും അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ ധൈര്യം വരില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ തങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചിട്ട് തങ്ങൾ തന്നെ പറയുന്ന ഒരു മറുപടി ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. അതെ നമ്മളെ നിശ്ചയിക്കേണ്ട നമ്മളെ പണിയില്ല. അതെ നീ ഏതെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ ഞാൻ വിടുവില്ല. അത് പറ്റില്ല. കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അടുത്ത മാഷന്മാര് എന്റെ അറിവ് ആണ് ഒന്ന് രണ്ട് ടീച്ചർമാര് മുജാഹിദീങ്ങളുണ്ട് ചിലപ്പോൾ അവര് ചെയ്തതായിരിക്കും എന്ന് പലരും പറയുന്നുണ്ട്. ഇരുപത്തൊന്നും കണ്ടൂടാ. അപ്പൊ അവര് ചെയ്തതായിരിക്കുമെങ്കിൽ ചിലപ്പോ കമ്മിറ്റിക്കാർ അറിഞ്ഞോളണമെന്നില്ല. അതെ അത് നമുക്ക് അവരോട് ചോദിച്ചാൽ അറിയാം. അതെ അതേതായാലും തങ്ങള് ചോദിച്ചിട്ട് വേണ്ട നടപടി തങ്ങൾ സ്വീകരിക്കും. സഹോദരന്മാർ മനസ്സിലാക്കണം, ഇവരെ കുതന്ത്രങ്ങൾ മുഴുവനും കുതന്ത്രങ്ങൾ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഈമാൻ സലാമത്തായി മരിക്കാൻ സുന്നത്ത് ജമാഅത്താകുന്ന ഹഖ് അതിലുറച്ചു നിന്ന് ഐക്യത്തോടെ നമ്മൾ ജീവിക്കണം. ഇവർ പറയുന്നു അതൊന്നും നമ്മൾ പേടിക്കേണ്ട, എന്ത് കളിച്ചാലും വിരോധമില്ല, മൗലവിമാർ ആഖിറത്തുനിന്ന് നമ്മളങ്ങ് രക്ഷപ്പെടുത്തു. ഇങ്ങനെ തെറ്റും ശരിയോ നിങ്ങൾ നോക്കണ്ട, അള്ളാന്റെ അടുക്കുന്ന ഞങ്ങളായിക്കോളൂ എന്നൊരു ഇതിന്റെ പ്രസിഡന്റ് പറയും, TP അബ്ദുൽ മദനി. അതും കൂടി നിങ്ങൾ കേട്ടുള്ള ഒരു രസ മൂപ്പര് വെറുതെ പഠിച്ചോ തെറ്റും ശരി നിങ്ങൾ നോക്കണ്ട, പഠിച്ചോന്റെ തെറ്റിയ ആളായിക്കോളൂ. എന്താ അവരെ സ്വാധീനം എന്നറിയോ? മഹ്ശറയില് മൗലവിമാരെ സ്വാധീനം അതും കൂടി ഒന്ന് കണ്ടോളി. ബഹുമാനായ TP അബ്ദുൽ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവര് ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമീഅത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. തെറ്റും ശരിയൊന്നും നോക്കണ്ട, പഠിച്ചവരോട് പറഞ്ഞാൽ മതി. ഞങ്ങളെ കേരള ജമീഅത്തുൽ ഉലമ ഞങ്ങളെ പണ്ഡിത സംഘടന പറഞ്ഞതാണ്, അവരുടെ പണ്ഡിത സംഘടനയുടെ പേരാണ്. ഞങ്ങൾ പറഞ്ഞു തന്നാൽ ഏറ്റെടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. പഠിച്ചോണ്ട് എടുക്കല് എന്താ ഇവരെ സ്വാധീനം എന്നറിയോ? മഹ്ശറയിൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയോ? ഏറ്റെടുക്കാൻ കഴിയൂല എന്ന് വേറൊരു മൗലവിനെ കൊണ്ട് പറയിക്കാൻ ഞാൻ സ്വന്തം പദ്ധതി കേൾക്കാണ്ടായിക്കൊണ്ട അത് വെച്ചോണ്ടവനെ അറ്റേ മൗലവി പറയട്ടെ ഏറ്റെടുക്കാൻ കഴിയൂല. ഇന്നെങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടോ ഞാൻ ഏറ്റോളും ഏൽക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. നിങ്ങളല്ലേ ഭയങ്കരല് നസി 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 നസിയാ. എന്താ അതിന്റെ അർത്ഥം? എന്റെ തടി എന്റെ തടി എന്റെ തടിന്ന് മോല്യരും ആചാരും തങ്ങളും തമ്പുരാനും ദീദിയും ഒക്കെ അവിടുന്ന് നിരങ്ങുന്നല്ലേ പറയണത്. എല്ലാരും വിലപിക്കല്ലേ, പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റുമോ? وقال الذين كفروا اتبعوا سبيلنا وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء وإنهم لكاذبون. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ പറഞ്ഞതാണിത്. കണ്ടോ എന്താ പറഞ്ഞത്? സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങളെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. സഹാബികളോട് അബൂജഹലും കൂട്ടരും പറയാണ്, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അവർക്ക് പരലോകത്ത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. പാര സിദ്ധാന്താണത്. ഈ പരലോകത്ത് ഏറ്റെടുത്തോളാം വലിയ നേതാവ് ആരാ? അത് അബൂജഹലാണ്. അവരെന്നെ വേറൊരു പുസ്തകത്തിൽ പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും പഠിപ്പിച്ച ദീനിൽ ഉറച്ചു നിൽക്കലുകൊണ്ടാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിലേക്ക് കയറി വരണം. അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. കുറച്ച് കസേര മുന്നോട്ടെടുത്ത് മാറ്റണം. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പന്ന് പൊട്ടി തീർച്ചു പോറ്റിയ ദീനാനിധി, അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീനാനിധി, അവിടുത്തെ കയ്യിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീനാനിധി, സഹാബത്തിന്റെ ജീവൻ കൊടുത്തു പോറ്റിയ ദീനാനിധി. ഈ ദീൻ അതാ ഇഞ്ചിഞ്ചായി മുറിച്ച് നശിപ്പിക്കുമ്പോൾ
സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തേണ്ടതില്ലേ? അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതില്ലേ? നമ്മൾ സുന്നത്ത് ജമാഅത്തിലുള്ള ആളുകൾ തമ്മിൽ നമ്മൾ ചീത്ത പറയുന്നവരും ഗീബത്ത് പറയുന്നവരും നബീയത്ത് പറയുന്നവരും ഫിത്നക്കാരുമാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കാതെ സഹോദരന്മാരെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഈമാനിന്റെ പേരിൽ ഐക്യത്തോടെ ജീവിക്കണം, ഐക്യത്തോടെ പ്രവർത്തിക്കണം. താഴെങ്ങാടിയിലും പരിസരങ്ങളിലുമുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ പരിസരത്തുള്ള നല്ല കുറെ ആളുകൾ എന്നോട് കുറെ കാലമായി പറയുന്നു, ഇവിടെ അതാ CBSE സിലബസ് അനുസരിച്ച് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കണമെന്ന്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെയും കൂടി നടത്തണമെന്ന് ഒരുപാട് കാലമായി ഈ നാട്ടിലുള്ള പലരും പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടുകാരായ നല്ല വിദ്യാഭ്യാസമുള്ള ആത്മാർത്ഥതയുള്ള അബ്ദുൽ ഖാദിർ സാഹിബിനെ പോലെ അബ്ദുള്ള സാഹിബിനെ പോലുള്ള പലരും നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിൽ പല സ്കൂളുകളിലും പ്രൊഫസർമാരാണ്, പ്രിൻസിപ്പൽമാരാണ്. അവർ നല്ല ഇഖ്ലാസോടെ സേവനം ചെയ്യുന്നവരാണ്. അത്തരത്തിലുള്ള പലരും എന്നോട് ആവശ്യപ്പെട്ടു, ഇവിടെ അതുപോലെ നമ്മുടെ MP അബ്ദുള്ള സാഹിബിനെ പോലെ നമ്മുടെ അഡ്വക്കേറ്റ് കുഞ്ഞമ്മദ് സാഹിബിനെ പോലെ പലരും എന്നോട് ആവശ്യപ്പെട്ടു, ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ CBSEയുടെ സിലബസ് അനുസരിച്ച് നടത്തണമെന്ന്. അവിടെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള സംവിധാനം, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള സംവിധാനം ഇവിടെയൊക്കെ പല സ്കൂളുകളിലും പലരും നടത്തുന്നുണ്ടെങ്കിലും CBSE അംഗീകാരത്തോടെ നടത്തുന്ന സ്കൂളുകളിൽ അള്ളാഹുവിന്റെ ദീന് വേണ്ടതുപോലെ പഠിക്കാൻ സംവിധാനമില്ല. അതിന് സംവിധാനം വേണം എന്നാവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് ഇവിടെ തൽക്കാലം നമ്മുടെ ഇഹ്സാനിന്റെ മുറ്റത്ത് CBSE സിലബസ് പ്രകാരമുള്ള സ്കൂൾ 3ാം ക്ലാസ് വരെ ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം അഡ്മിഷൻ നടത്തും, പഠിപ്പിക്കും. പിന്നീട് പുറത്തെവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടെത്തി നമ്മൾ സ്കൂൾ വലിയ വിശാലമായ സൗകര്യമുള്ള സ്ഥലത്തേക്ക് വേറെ സ്കൂൾ മാറ്റിക്കൊണ്ടുപോകണം. അതിലിവിടെ ഇപ്പോൾ ആരംഭം കുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അങ്ങനെ ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് എന്റെ സ്നേഹിതന്മാരുടെ കൂടെ പലരെയും കണ്ട വിഷയം പറയുകയും ഇവിടെയുള്ള എല്ലാ കക്ഷികളും ഒരു അഭിപ്രായ വ്യത്യാസവും പറയാതെ ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കാരണവന്മാരും അതുപോലെ ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളും എല്ലാവരും കഴിയുന്ന സഹകരണങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വരുന്ന സമ്മേളനം, ജില്ലാ സമ്മേളനം നമുക്ക് അവിടെ നാരായണ നഗറിൽ വലിയ മൈതാനിയിൽ തുടങ്ങുന്ന ദിവസം വെള്ളിയാഴ്ച, അന്ന് അതിന്റെ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് 2 മണിക്ക് ശേഷം ഇവിടെ നമ്മുടെ അഡ്മിഷൻ ഉദ്ഘാടനം നടത്തും. അതിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് പങ്കെടുക്കും, സയ്യിദ് അലി ബാഫഖി തങ്ങൾ പങ്കെടുക്കും. ആ പരിപാടിയിൽ കഴിയുന്ന ആളുകളൊക്കെ വരണമെന്ന് നാട്ടുകാരെയൊക്കെ ഞാൻ ക്ഷണിക്കുന്നു. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സിറാജുൽ ഹുദയുടെ കീഴിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെറിയ മക്കളെ ചേർത്ത് പഠിക്കുന്ന ഉമ്മമാർക്ക് വലിയ സന്തോഷമാണ്. കാരണം ഒരു ഭാഗത്ത് ഇംഗ്ലീഷിൽ കുട്ടികൾ സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അറബിയിൽ കുട്ടികൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു ഭാഗത്ത് അവർ ഇംഗ്ലീഷിൽ പാട്ടുപാടുമ്പോൾ ഇപ്പുറത്ത് അവർ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരുപാട് ആയത്തുകളും സൂറത്ത് യാസീനും മറ്റൊക്കെ മനഃപ്പാഠമാക്കി ചെറിയ മക്കളോടും. അങ്ങനെ ഒരു ഭാഗത്ത് ദീനും ഒരു ഭാഗത്ത് ദുനിയാവും രണ്ടും ഒരുപോലെ പഠിപ്പിച്ച് അൽഹംദുലില്ലാഹ് നമ്മളെ നാദാപുരം ദാറുൽ ഹുദ സ്കൂളിൽ നിങ്ങളെ നാട്ടുകാരനെ അബ്ദുൽ ഖാദിർ സാഹിബിന്റെ പ്രിൻസിപ്പാളാണ്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, 2000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൽ 64% ഡിസ്റ്റിങ്ഷനും ബാക്കി 36% ഫസ്റ്റ് ക്ലാസുമായിട്ടാണ് കഴിഞ്ഞ വർഷം SSLC വിജയം നേടിയത്. അതേ സമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടന്ന കേരളം മുഴുക്കെ നടന്ന മദ്രസ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതും നമ്മുടെ അതേ സ്കൂളിലെ മദ്രസയിലെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ അല്ലാഹു തആല വലിയ നിഅമത്ത് നമ്മുടെ സ്കൂളുകൾക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറമെ മേപ്പയ്യൂരിലും കുറ്റ്യാടിയിലും പാറക്കടവിലും അതുപോലെ തൂവക്കുന്നിലും അതുപോലെ പെരിങ്ങത്തൂരിലും പല സ്ഥലങ്ങളിലും നമ്മുടെ സ്കൂളുകൾ നടക്കുന്നുണ്ട്, വളരെ സജീവമായി നടക്കുന്നുണ്ട്. പേരാമ്പ്ര നടക്കുന്നുണ്ട്. വടകര ഒരു വലിയ പ്രശസ്തമായ ടൗണാണ്, വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ്. ഇവിടെയും നമുക്കത് പുരോഗമിപ്പിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങളെല്ലാവരും എപ്പോഴും സഹായിക്കണം, സഹകരിക്കണമെന്ന് ഉണർത്തുന്നു. ഇവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് ഒരു മാസത്തിൽ 2 ലക്ഷം റുപ്പിയോളം ആ സ്ഥാപനത്തിൽ നേർച്ച കിട്ടാറുണ്ടായിരുന്നു. നാദാപുരത്ത് വന്നിട്ട് എന്നെ മുനാഫിക്കാണെന്ന് പറഞ്ഞ മൗലവി സിറാജുൽ ഹുദയെ പരിഹസിച്ച് സ്വീപ്പാക്കി പ്രസംഗിച്ചു, ഒരുപാട് പരിഹസിച്ച് പ്രസംഗിച്ചു. കുറ്റ്യാടിയിലുണ്ട് ഒരു ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം, അവിടെയുണ്ട് ഒരു മൂത്രക്കല്ല് കയറിക്കൽ കറാമത്ത് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് സ്വീപ്പാക്കി പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എന്തുണ്ടായി? അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇപ്പൊ അതിലേക്കും ഞാൻ കടക്കുന്നില്ല.
നിങ്ങൾ ഇവിടുന്ന് വടകരക്കാരൻ ഷൗക്കത്തുണ്ടല്ലോ ഈ സദസ്സിലുണ്ടാവും, ഷൗക്കത്തിനോട് ചോദിക്കൂ സിറാജുലുവിനൊക്കെ നേർച്ചയാക്കിയാൽ ഫലം എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞുതരും, അയാൾ അനുഭവം പറഞ്ഞുതരും. അതുപോലത്തെ 100 ആളുകൾ ഇവിടെ വടകരയുണ്ട്, വലിയ അത്ഭുതങ്ങൾ ലഭിച്ചവർ. ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹത്തായ സ്ഥാപനത്തെ പരിഹസിച്ച് മൗലവി പ്രസംഗിച്ചപ്പോ മുജാഹിദീങ്ങൾക്കും തോന്നി അവിടെ നേർച്ചയാക്കിയ എന്തോ ഒരു ഫലമുണ്ട്, ഇപ്പൊ അവരും നേർച്ചയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്തായി ചോദിച്ചാൽ ഇപ്പൊ 3 ലക്ഷം ഉറുപ്പിക മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട്. അയാൾ പേരുമ്പോൾ 2 ലക്ഷം കിട്ടാറുള്ളൂ. 1 ലക്ഷം ഉറുപ്പിക കൂട്ടിത്തന്ന് നമ്മളെ സെലഫിയാണ്. അയാൾക്ക് അമ്പകയിലിന്റെ പ്രത്യേകം നന്ദി, അഭിനന്ദനം. പിന്നെ കമ്മീഷൻ നമ്മൾ ആർക്കും കൊടുക്കാത്തതുകൊണ്ട് അയാൾക്കും കൊടുക്കുന്നില്ല എന്ന് മാത്രം. സഹോദരന്മാരെ, 1 ലക്ഷം ഉറുപ്പിക കൂടുതൽ ഇപ്പൊ നേർച്ച കിട്ടുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്ക്. നമ്മൾ കാര്യത്തിനിറങ്ങിയാൽ നമ്മളെ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്, തരുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള ഇസ്ലാം, അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള മുസ്ലിം, ആ മുസ്ലിമാണ് യഥാർത്ഥ മുസ്ലിം. ആ മുസ്ലിമായി ജീവിച്ച് നമ്മൾ മരിക്കണം. നമുക്ക് ആരോടും വിരോധമില്ല, മുജാഹിദീങ്ങളോടുമില്ല, ജമാഅത്ത് ഇസ്ലാമിക്കാരോടുമില്ല, ആരോടും വിരോധമില്ല. അള്ളാഹുവെ അവരൊക്കെ നീ സന്മാർഗത്തിലാക്കണേ റഹ്മാനെ, ചിന്തിക്കാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ. 1952 ഞങ്ങളെ പത്രത്തിൽ അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫറാണെന്ന് എഴുതിയ അതേ മൗലവിമാര് ഇപ്പോൾ സ്ഥലമുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ ആഖിറത്ത് ഞങ്ങളായിക്കോളാം, നിങ്ങൾ നോക്കണ്ടെന്ന് പറയുമ്പോ അതിന്റെ പിന്നാലെ ഞങ്ങൾ പോയാൽ ഞങ്ങൾ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്ന ബോധം ഞങ്ങൾക്കില്ലാത്തത് അത് ഞങ്ങൾക്കാണ് നഷ്ടമെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് അല്ലാഹുവേ ആ മുജാഹിദിൽ പെട്ടുപോയ അനുയായികൾക്ക് നീ കൊടുക്കണേ റഹ്മാനെ, ജമാഅത്ത് ഇസ്ലാമിൽപ്പെട്ടവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉമ്മത്തുകൾ അവരാരും പഴിച്ചു പോകുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത കാര്യം ഞങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ റഹ്മാനെ, സന്മാർഗം കാണിക്കണേ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ജീവിപ്പിക്കണേ റഹ്മാൻ.